MEX7 വിവാദത്തിൽ കോഴിക്കോട്ട് CPIM-ൽ രാജി. നടുവണ്ണൂർ കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലി കോയമ്പത്ത് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. MEX7-നെതിരായ CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചതെന്ന് അക്ബർ അലി പറഞ്ഞു. CPIM-ന്റെ മതേതരവാദം കാപട്യമാണെന്നും അക്ബർ അലി കുറ്റപ്പെടുത്തി. ഞാൻ CPM ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ഇന്നത്തെ ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ രാജ്യത്തെ നിലനിർത്താൻ കഴിയുള്ളൂ. CPIM-ന്റെ മതേതരത്തെ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട്. മതേതരത്വത്തോട് ഏറ്റവും പ്രതിബദ്ധത പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിലനിർത്താൻ ശേഷിയുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. AK അഭിലാഷ്, MEX7 പരാമർശത്തിൽ താൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് ജില്ലാ സെക്രട്ടറിയുടെ തിരുത്തു വരുന്നുണ്ട്. പക്ഷേ അതൃപ്തി അത് രാജിയിലേക്കും പാർട്ടി മാറ്റത്തിലേക്കുമൊക്കെ പോവുകയാണല്ലോ. എങ്ങനെയാണ് ഇതിനെ CPIM കാണുന്നത്? തീർച്ചയായിട്ടും P. മോഹനൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ന്യൂനപക്ഷങ്ങളെ ഒരു കാലത്ത് വളരെ ആകർഷിച്ചിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് പാർട്ടി നേരിടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നടുവണ്ണൂരിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിലേക്ക് അവർ ചേരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ കൂടി പാർട്ടി വിടാനുള്ള തീരുമാനത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കപ്പെടുകയും ചെയ്തത്. ഏതായാലും MEX7-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇന്ന് ഈ ചേളാരിയിൽ നടന്ന, അതായത് മലപ്പുറത്ത് നടന്ന ചേളാരിയിൽ നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും P. മോഹനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഇന്ന് അബിൻ വർക്കിയുടെ ഭാഗത്തും ഉയർന്നു വന്നത്. പ്രധാനമായും TP വിവാദം മുതൽ ഇന്ന് ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ MEX7 അടക്കമുള്ള വിവാദങ്ങളിലൊക്കെ P. മോഹന്റെ പങ്ക് അത് അന്വേഷിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. പ്രധാനമായും കാഫിർ സ്ക്രീൻഷോട്ടിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ P. മോഹനന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി ഏതായാലും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.